മറ്റൊരു കള്ളപ്രചാരവേല ഈ അടുത്ത നാളുകളിൽ ഉയർന്നു വന്നു. അത് സർക്കാർ ന്യൂനപക്ഷ സംഗമവും നടത്താൻ പോകുന്നു എന്നതാണ്. കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും സർക്കാരിനെതിരെ ഒരു നനഞ്ഞ പടക്കമെങ്കിലും എറിഞ്ഞ് കുറച്ചു പേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാം എന്ന് കരുതിയോ ആവാം ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത്. കറതീർന്ന സങ്കുചിത രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ ഇത്തരം പ്രചരണം നടത്തുന്നവരെ നമുക്ക് ആ രീതിയിൽ കാണാം. വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു വിഭാഗം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില മാധ്യമങ്ങൾ ദുരുദ്ദേശത്തോടെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ? സംഭവ വികാസങ്ങളെ സത്യസന്ധമായും വസ്തുതാപരമായും നിഷ്പക്ഷമായും ജനങ്ങളിലേക്ക് എത്തിക്കുകയല്ലേ മാധ്യമപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. ബോധപൂർവം നുണ പ്രചരിപ്പിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. അത്തരം കേന്ദ്രങ്ങൾ ആ നുണ പ്രചരിപ്പിക്കുന്നൊരു കലയായിട്ട് സ്വീകരിച്ചവരാണ്. അവർ കാണുന്നത് ഒരു നുണ നല്ല രീതിയിൽ പ്രചരിപ്പിച്ചാൽ 10-20% ആളുകളെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെ നുണയെ ആശ്രയിക്കുന്നവരുണ്ട്. സത്യത്തിൽ ഈ ന്യൂനപക്ഷ സംഗമത്തിൻ്റെ പൊരുൾ എന്താണ്? 2031 കേരളം എങ്ങനെയൊക്കെ വികസിച്ച് മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്. എന്താണ് ഈ 2031 പ്രത്യേകത? ഐക്യ കേരള രൂപീകരണത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി വർഷമാണ് 2031. ഇതിനോടനുബന്ധിച്ച് കേരളത്തിൻ്റെ ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുക. അതിൽ ഈ ഒരു ദശാബ്ദക്കാലം കേരളം വലിയ തോതിലുള്ള പുരോഗതി പല മേഖലകളിലും ആർജിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി പ്രവർത്തനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ഭാവി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം, അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി ഒക്ടോബർ മാസത്തിൽ കേരളത്തിലെ വിവിധ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ 33 സെമിനാറുകൾ നടത്തുന്നുണ്ട്. 33 സെമിനാറുകൾ. ഓരോ വകുപ്പിൻ്റെയും ചുമതലയുള്ള മന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ സെമിനാറുകൾ നടത്തുക. ഇപ്പോൾ സെമിനാറുകൾ കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും 18 മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ 33 സെമിനാറുകൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. അങ്ങനെയുള്ള 33 സെമിനാറുകളിൽ ഒന്ന് മാത്രമാണ് ന്യൂനപക്ഷ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നത്. കാരണം അതും ഒരു വകുപ്പാണ്. ആ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നത് വിലയിരുത്തേണ്ടതുണ്ട്. പക്ഷേ ഈ 33-ൽ അതുമാത്രം അടർത്തിയെടുത്ത് തീർത്തും വസ്തുതാവിരുദ്ധമായി പ്രചാരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാകുമോ എന്നതാണ് ഒരു കൂട്ടർ ശ്രമിച്ചത്. ഇതിനെയൊക്കെ ഉദ്ദേശിച്ചാണ് പണ്ടുള്ളവർ ക്ഷീരമുള്ളൊരകിട്ടിൻ്റെ കൊട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകെന്ന് പറഞ്ഞത്. ഇനി ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ ഈ അയ്യപ്പ സംഗമം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചതല്ല. വർഷങ്ങൾ നീണ്ട ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഇത്തരം ഒരു പരിപാടിയിലേക്ക് എത്തിയത്. നേരത്തെ
സ്വാഗത പ്രസംഗത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് എടുത്തു പറയുകയുണ്ടായി. മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പലരും ഇങ്ങോട്ട് വിളിച്ച് ശബരിമലയെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കേണ്ടതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. ഇരുമുടിക്കെട്ടുമായി വിമാനത്തിൽ വരുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. പ്രശ്നപരിഹാരത്തിന് യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് സത്യത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള ചിന്തകളുടെ തുടക്കം. ആഗോള സംഗമം ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് ആദ്യമാണെങ്കിലും നമ്മുടെ ശബരിമല ഉത്സവത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ കൂടിയിരുന്ന് ആലോചിക്കാറുണ്ട് എന്നുള്ളത് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ശബരിമലയുടെ ഉത്സവ രീതികൾ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിനുള്ള ഏകോപനമുണ്ടാക്കുന്നതിനാണ് വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമടക്കം ഒത്തുചേരാറുള്ളത് എന്നതും നാം ഓർക്കേണ്ടതാണ്.